5 പവനുണ്ടാവും. 5 പവനോ? അതുറപ്പില്ല. 5 തികച്ചുണ്ടാവും. ലക്ഷ്മിയുടെ പ്രസന്റാ. എന്തായാലും എനിക്ക് 15,000 രൂപ വേണം. പണയമോ വിൽപ്പനയോ എന്തോ ആവാം. നീ കയറി നിരങ്ങാറുള്ളതല്ലേ സ്വർണ്ണക്കടകളെല്ലാം ആഴ്ചതോറും. ഹോസ്റ്റൽ ഫീ ബാലൻസ് ഒരു 2,000, മിച്ചം പരീക്ഷാ ഫീസ്, കോളേജ് ഫീയുടെ ഡ്യൂസ്. ആ പിന്നെ ഈ മാറ്ററൊക്കെ ഫാക്സ് ചെയ്യണ്ടേ ബോംബെക്ക്? അതിന് എത്രയൊന്നും ഉറപ്പില്ലല്ലോ. ഓ പ്രാന്ത തന്നെ. ഈ കടലാസ് കുമ്പാരം കൊണ്ട് എന്ത് നേടാൻ പോകുന്നു? അതും രവിവർമ്മയെ പോലെ നാഷണൽ ഫിഗറായ വക്കീലിന് നിന്റെ ഈ കൂറക്കടലാസ് എന്തിനാ? പുതുതായിട്ടൊന്നുമില്ലല്ലോ. അതെ, കൂറക്കടലാസ് തന്നെ. നിനക്ക് മാത്രമല്ല, ചിലപ്പോ ആ വക്കീലിനും. അയാൾക്ക് പോയത് സ്വന്തം സഹോദരനാ ശശിവർമ്മ. രക്തബന്ധം. അതിലുപരിയായിരുന്നടി എനിക്ക് ലക്ഷ്മി. അവളുടെ ആയുസ് അകാലത്തിൽ ഒടുക്കിയവൻ രക്ഷപ്പെടാൻ പാടില്ല, ഒരിക്കലും പാടില്ല. അതിനെ ഈ കൂറക്കടലാസ് ഉപകരിച്ചാലോ? ഹലോ. Hello, is it Bombay 5362194? Yes. Can you please put on your fax? 1 second, please. Good morning, sir. Good morning. Good morning, sir. Good morning. എന്താ ഈ ഒരു നോൺ സ്റ്റോപ്പ് ഫാക്സ് ബിസിനസ്? ഇതെന്താ വക്കീൽ ഓഫീസോ പത്ര ഓഫീസോ? PTA ന്യൂസ് പോലെ? സാറിനുള്ള പേഴ്സണൽ മെസ്സേജ് ഫ്രം കേരള. ശശിവർമ്മ കൊലക്കേസിനെ കുറിച്ചാ. മെസ്സേജ് അയച്ചതൊരു ജൂലി, ലക്ഷ്മിയുടെ ഫ്രണ്ടാണത്രേ, ഒരു ജേർണലിസ്റ്റ്. ആ കേസിന്റെ ഫയലിംഗ്. ശരി സർ. സർ ഫയൽ. ആ ഓക്കെ സർ. എന്നാൽ ഇനി വൈകണ്ട. യുവറാണി വരട്ടെ, യുവരാജാവിനെ കാണട്ടെ, അല്ലേ തമ്പുരാൻ? വക്കീല് പറഞ്ഞത് കേട്ടില്ലേ? ചമയങ്ങളൊക്കെ നന്നായി എന്ന് ഉത്തമ ബുദ്ധി ഉണ്ടെങ്കിലേ മുഖം കാണിക്കട്ടെ. മോളെ ലക്ഷ്മി വിളിക്കാം. ഏതാ ഈ കുട്ടി? ലക്ഷ്മിയുടെ കൂടെ ജേർണലിസം പഠിക്കുന്ന കുട്ടിയാ, ജൂലി. ചട്ടക്കാരിയാ. ലക്ഷ്മി, ഞാൻ രവിവർമ്മ, ഈ ശശിവർമ്മയുടെ ജ്യേഷ്ഠൻ. അഹങ്കാരാണെന്ന് ധരിക്കരുത് കേട്ടോ. ഒത്ത ഇന്ന് തന്നെ ബോംബെക്ക് മടങ്ങണമെന്നുണ്ട്. ഒരു യൂഷ്വൽ പ്രൊസീജിയർ വേണ്ട. ഇവിടെ നാളെ അങ്ങോട്ട് അയക്കുക, അവിടെ നാളെ ഇങ്ങോട്ട് അയക്കുക. വെറുതെ മെനക്കേടാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് ഇപ്പൊ തന്നെ പറയുക, അല്ലേ തമ്പുരാൻ? പിന്നെന്താ? അത് ഞാൻ മാത്രം ഇഷ്ടപ്പെട്ട പോരല്ലോ. അപ്പൊ അവന്റെ ഉത്തരം റെഡി. ഓക്കെ. ലക്ഷ്മിക്കോ? അച്ഛൻ തമ്പുരാന്റെ ഇഷ്ടം. ഇനിയിപ്പോ ഡേറ്റ് നിശ്ചയിക്കല്ലേ വേണ്ടു. റെസ്പെക്റ്റഡ് സർ, ഒരു സെൽഫ് ഇൻട്രഡക്ഷൻ ഡീറ്റെയിൽഡായി ആവശ്യമില്ലെന്നറിയാം. ഞാൻ ജൂലി, ലക്ഷ്മിയുടെ സുഹൃത്ത്. പക്ഷേ ശത്രു എന്ന് പറഞ്ഞത് ഒരു പഴങ്കഥയാണ്. യൂണിവേഴ്സിറ്റി കോളേജിലെ താപ്പാനയായ എൻ്റെ മുന്നിൽ അവതരിച്ച തമ്പുരാട്ടിക്കുട്ടി കോളേജിലെ ജേർണലിസം കോഴ്സ് തുടങ്ങാൻ പോകുന്നു. ഞാനും ലക്ഷ്മി സ്റ്റുഡൻസ്.
തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്തിനെ കുറിച്ച് നേരത്തെ കേട്ടു. വംശഗുണം എനിക്ക് പുച്ഛമാണ് തോന്നിയത്. മാരുതി എസ്റ്റീമും സീലോയും മേഴ്സിഡസും ചെത്തി നടക്കുന്ന കാലത്ത് അത് എഫോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നെങ്കിലും ഒരു 58 മോഡൽ കാറിലായിരുന്നു ഹോസ്റ്റലിലേക്കുള്ള തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്ത്. ജൂലി, ആ നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ മേത്തന്നെ കണ്ടിട്ട് വരാം. കാറിന് സാധനങ്ങളൊക്കെ ഇറക്കിക്കോളൂ. ലഗേജ് ഒക്കെ കാറിലുണ്ട്. ആ, ആദ്യം പോയി റൂമൊക്കെ ഒന്ന് നോക്കിക്കാണൂ. യെസ് മാഡം. ഗീത, ഈ കുട്ടിക്ക് റൂം നമ്പർ 9 ഒന്ന് കാണിച്ചു കൊടുക്കൂ. വരൂ. എന്താ പേര്? ലക്ഷ്മി. എന്തൊരു നാറ്റമാ! എന്ത് പെർഫ്യൂമാ ഇളയറാണി വാരി പൂശിയിരിക്കുന്നത്? പഴകിയ ഒരു വളിച്ച മണം. 1947 മുമ്പ് ഏതേലും വൈസ്രോയോ ദിവാനോ അന്തപുരത്തിൽ കാഴ്ചവെച്ചതാ. ഏതായാലും വളിച്ചു. ഞാൻ ലക്ഷ്മി. കുട്ടിയുടെ പേരെന്താ? അയ്യടാ, കുട്ടിയോ? ഞാൻ കുട്ടിയൊന്നുമല്ല. കണ്ടില്ലേ പോത്തിനെ പോലെ വളർന്നു നിൽക്കുന്നത്? വളർന്നത് പോത്തിനെ പോലെയാണെന്ന് വെച്ചാലും പോത്തിന്റെ ചായ തീരെ ഇല്ല കേട്ടോ. യു ആർ സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. പക്ഷേ സ്വഭാവം കുരങ്ങന്റേതാണെന്ന് മാത്രം. കേട്ടിട്ടില്ലേ? വിസ്കി, ബ്രാൻഡി, വൈൻ, പെർഫ്യൂം, അച്ചാറ്, നെല്ല്, ഇതൊക്കെ പഴകും തോറും നന്നാവാറ്. പേര് പറഞ്ഞില്ല. ജൂലി. ഓ, അപ്പൊ ചട്ടക്കാരിയാണല്ലേ? മേട്രം പറഞ്ഞിരുന്നു എന്റെ റൂംമേറ്റ് ആണെന്ന്. ജൂലി ചമ്മിയല്ലേ? ഇത് ദുർഗന്ധമൊന്നുമല്ല കേട്ടോ, കാച്ചെണ്ണയാ, നീലിപ്രങ്കാതി. തല തണുക്കും. ആരംഭത്തിൽ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും കുളിക്കാതെ നനയ്ക്കാതെ ചുമ്മാ പന്ന പെർഫ്യൂം അടിച്ച് നടക്കാണ്ട് ഈ എണ്ണ പുരട്ടി കുളിച്ച കുട്ടിയുടെ ഈ ചപ്രത്തലമുടിയുടെ ബ്രൗൺ കളർ ഒക്കെ അങ്ങ് മാറും. ശരിക്കും ചമ്മിപ്പോയി സർ. ഞാൻ എന്റെ പൈതൃകത്തെ, വംശത്തെ ഒക്കെ അവൾ തികഞ്ഞ മാന്യതയോടെ മർമ്മത്ത് കൊള്ളുന്ന മാതിരി പരിഹസിച്ചു. ഒരു റാഗിംഗ് തരപ്പെടുത്താൻ ഞാൻ തീരുമാനിച്ചു. പക്ഷേ എല്ലാം പൊളിഞ്ഞു. മാസത്തിലെ എല്ലാ 10-ാം തീയതിക്ക് മുമ്പ് നടക്കുന്ന എന്റെ ദുർഗതിയുടെ തനി ആവർത്തനം. കോളേജിലും ഹോസ്റ്റലിലും ഫീസ് കൊടുക്കാനില്ലാതെ 5-6 ദിവസം ഞാൻ പുറത്താകും. പിന്നെ പട്ടിണി, ക്ലാസ്സിൽ പ്രവേശനമില്ലാതെ അലഞ്ഞു തിരിയൽ. 4-5 ദിവസത്തിനുള്ളിൽ ഡാഡി എവിടെന്നെങ്കിലും ഫീസ് ഒപ്പിച്ചു തരും. ഡാഡി എത്താഞ്ഞതിനാൽ എന്റെ റാഗിങ്ങും മുടങ്ങി. ഈ ജൂലി, നീ ഒന്നും കഴിക്കുന്നില്ലേ? ക്ലാസ്സിലും കണ്ടില്ല. ബ്ലാക്ക് കോമഡി വേണ്ട. 6 ദിവസം വരെ ജൂലി പട്ടിണി കിടന്നിട്ടുണ്ടടി ഇതിനു മുമ്പും. പുല്ലുപോലെ. നിന്റെ ഹോസ്റ്റൽ ഡ്യൂസും കോളേജ് ഫീസും ഒക്കെ അടച്ചു. അടച്ചോ? ആര്? ലക്ഷ്മി. അലഞ്ഞു തിരിഞ്ഞ് നല്ലൊരു വൈറൽ ഫീവർ പിടിച്ചാണ് അന്ന് ഞാൻ വീട്ടിലെത്തിയത്. ജൂലി, come on, come on. Have the soup. നോ മമ്മി. No, 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 no. Come on. മാഗി. മാഗി. ഇതെല്ലാം കിച്ചണിൽ കൊണ്ടുപോയി. 2 ആഴ്ചത്തേക്കുള്ള വീട്ടു സാമാനങ്ങളാ. Where did you get it, man? You keep it inside. Take this. ജൂലി, എവിടുന്നാ ഡാഡി ഇതൊക്കെ? അതൊക്കെ പറയാം. നമ്മുടെ ഗസ്റ്റ് ആരാണെന്ന് കണ്ടോ? രാജകുമാരിയാ, രാജകുമാരി. വരൂ കുഞ്ഞേ.
ഇതെല്ലാം മോളുടെ പ്രസന്റാ. പ്രസന്റ് എന്ന് പറഞ്ഞ പ്രസന്റ് അല്ല, ലോൺ ലോൺ. ആ ഫ്രഞ്ച് കപ്പലൊന്ന് വന്നോട്ടെ, ഇതെല്ലാം ഡാഡി തിരിച്ചു കൊടുക്കും, അല്ലേ മോളെ? ഇരിക്കാൻ പറ മോളെ. ഷീസ് അവർ ഗസ്റ്റ്. കുട്ടിയെന്ന് എന്തോ പറഞ്ഞ് കളിയാക്കിയപ്പോ ഞാനും ഒന്ന് റിയാക്ട് ചെയ്തു. പറഞ്ഞത് ഇത്തിരി കടുത്തുപോയെന്ന് അന്നേ എനിക്ക് തോന്നി. ദാരിദ്ര്യം ഒരു കുറ്റമല്ലല്ലോ, അതിനെ പുച്ഛിക്കരുതെന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട്. പക്ഷേ ഞാൻ അന്ന് ചെയ്തതും അതാ. മാപ്പ്. ഒറ്റ പുത്രിയായി കോലോത്ത് അടച്ചു പൂട്ടിയാ വളർന്നേ. എനിക്കൊരു നല്ല കൂട്ടുകാരി ഉണ്ടായിരുന്നില്ല ഇതുവരെ. ഇതാ ഇപ്പോഴുണ്ട്, ജൂലി. ഹരിയേട്ടാ, ഹരിയേട്ടാ! എന്താ ലക്ഷ്മി, എന്തു പറ്റി? സ്വപ്നം കണ്ടോ? ആരേ ഹരി? ഓ അതോ, ഭയന്നപ്പോ കൃഷ്ണനാമം ജപിച്ചതാ. ഹരി, ഹരിഹരൻ ഒക്കെ കൃഷ്ണൻ തന്നെ. വേളച്ചിൽ കള പെണ്ണേ, പേടി വന്നാലേ ഞങ്ങളും വിളിക്കും ഈശ്വരനെ. പക്ഷേ അത് ഈശോ ചേട്ടാന്നോ ക്രൈസ്റ്റ് അങ്കിളെന്നോ ആയിരിക്കില്ല, ഒരു ഹരിയേട്ടൻ. നീ ആര്, ഭക്തമീരയോ? ആരാടി അവൻ? ഹരിന്നാ അവന്റെ പേരല്ലേ? ഹരിപ്രസാദ്. എനിക്ക് നല്ല പേടിയുണ്ട് ഹരിയേട്ടാ. ടൈംസ് ഓഫ് ഇന്ത്യയിൽ അസിസ്റ്റന്റ് എഡിറ്റർ, കൊള്ളാവുന്ന ശമ്പളം, ക്വാർട്ടേഴ്സ്, അതൊക്കെ വലിച്ചെറിഞ്ഞിട്ട്. ആര് വലിച്ചെറിഞ്ഞു? ഓൺ ലീവ് 2 മാസം, ഏറിയാൽ 6 മാസം. അത് കഴിഞ്ഞാൽ ലാവണം പഴയത് തന്നെ, ബോംബെ. എന്നാലും ഹൈ റിസ്ക് ഉള്ളതല്ലേ ഇപ്പോഴത്തെ പണി. എന്തിനാ, ആർക്കു വേണ്ടിയാ? കാശിനോടുള്ള ആർത്തി, അല്ലാണ്ടെന്താ. ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കുട്ടി? വെറും ക്വാർട്ടേഴ്സ്. വല്ലവന്റെ ഔദാര്യം. അനാഥനായി ഈ ഇഴയ്ക്ക് ഏതെങ്കിലും പൊന്നുതമ്പുരാൻ കരവൊഴിവായി പതിച്ചൊന്നൊന്നും അല്ല. പിന്നെ ജോലി, അതിനും സ്ഥിരതയൊന്നുമില്ലല്ലോ. തീഹാർ ജയിലിൽ കിടക്കുന്ന ഏതെങ്കിലും ഉണക്ക സഹമന്ത്രിയുടെ 14ാമത്തെ കീപ്പിലെ 7ാമത്തെ സന്താനത്തിന്റെ ഒരു ഫോൺ കോൾ, ഞങ്ങളുടെ ഡയറക്ടർ ബോർഡിലെ ഏതെങ്കിലും ഒരു കോന്തന്. തീർന്നു. ഹരിപ്രസാദ് എന്ന ജേർണലിസ്റ്റ് അവിടെ അവസാനിച്ചു. ഇതാവുമ്പോ എന്റെ അന്വേഷണം സക്സസ്ഫുൾ ആയാൽ 10 ലക്ഷം രൂപ, ജുഹൂൽ ഒരു ഫ്ലാറ്റ്, ഒരു കാറും സ്വന്തം. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലി എന്തിനാന്നാ ചോദിക്കുന്നത്? വിശ്വസിച്ച് കൂടെ ഇറങ്ങി വരാൻ പോകുന്ന എന്റെ തമ്പുരാട്ടിക്ക് ആരാന്റെ ക്വാർട്ടേഴ്സ് അന്തപുരം ആവണ്ട. എന്റെ സ്വന്തം അന്തപുരം അതുണ്ടാക്കിയിട്ടേ ഞാൻ കൊണ്ടുപോകൂ. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇല്ലാത്തൊരു ജീവിതം എനിക്കത് കഴിയും. നിനക്കത് താങ്ങാനാവില്ല. ഞാനത് സമ്മതിക്കില്ല. ഇന്റർനാഷണൽ റെപ്യൂട്ടേഷനുള്ള ടൈംസ് ഓഫ് ഇന്ത്യയിലെ ലേഖകൻ സ്വന്തം കാമുകിയോട് പോലും തുറന്നു പറയാത്ത അജ്ഞാത ദൗത്യമായി കേരളത്തിലെത്തുക വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഓഫ് കോഴ്സ് ഇൻസെക്യൂറായ 4th എസ്റ്റേറ്റ് പ്രൊഫഷനെ കുറിച്ച് പറഞ്ഞ് ലക്ഷ്മി അയാൾ വിശ്വസിപ്പിച്ചെങ്കിലും എനിക്ക് സംശയം ബാക്കി. എന്താ അയാൾക്ക് അവിടെ ജോലി? താൻ ധരിക്കുന്നത് പോലെ അത്ര റിസ്ക് ഉള്ള പണിയൊന്നുമല്ല. പത്രപ്രവർത്തനം തന്നെ. പക്ഷെ റിപ്പോർട്ട് പോകുന്നത് പത്ര ഓഫീസിലേക്കല്ലെന്ന് മാത്രം. 4th എസ്റ്റേറ്റിന്റെ മാന്യത മുഴുവനും ഉണ്ട്. ന്യൂസ് മാത്രം മതി, വ്യൂസ് വേണ്ട. എന്താ ജോലി? യൂസ് യുവർ ജനറൽ നോളജ്. ഇന്ത്യക്ക് ഏറ്റവും അധികം വിദേശ നാണ്യം നേടിത്തരുന്ന സോഴ്സ് ഏതാണ്? കേരളത്തിന്റെ റബ്ബർ, ചുക്ക്, കുരുമുളക്, കാഷ്യൂ, മാൻ പവർ. മേ ബി. മണ്ണാങ്കട്ട. ഇതൊന്നുമല്ല. ആ ഞാൻ പറയാം. പ്രധാനമന്ത്രിയും ഫൈനാൻസ് മിനിസ്റ്ററും ആഘോഷമായിട്ട് പറന്നു നടന്നിരക്കുമ്പോ സായിപ്പ് കൊടുക്കുന്ന പിച്ച, വേൾഡ് ബാങ്കിന്റെ ലോൺ. ഇൻ എ വേ യു ആർ റൈറ്റ്. പക്ഷെ അതുമല്ല. പിന്നെ മയക്കുമരുന്നുകൾ.